സ്റ്റേഷനാണ് കേട്ടോ. ഇതിന് മുന്നിൽ വരുമ്പോൾ ഭയങ്കര വലുതാട്ടോ. രാവണന് മനസ്സിലാകുന്നത് താൻ വഞ്ചിക്കപ്പെടുമായിരുന്നു. ബാലനായിട്ട് ആ പാമ്പിന്റെ ഒരു വാലാണ് കേട്ടോ. വന്നപ്പോഴത്തേക്ക് ക്ലോസ് ആക്കി കേട്ടോ. ലാസ്റ്റ് ഞങ്ങൾ ഉച്ച വെയിലത്ത് കടലിൽ കുളിക്കും. നോക്കി. വെൽക്കം ബാക്ക് ടു ഓൾ. വീണ്ടും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ രണ്ടാമത്തെ ശിവപ്രതിമയുള്ള മുരുടേശ്വറിലാണ്. കർണാടകത്തിലെ മുരുടേശ്വറിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടെ വന്നപ്പോൾ കാണുന്ന കാഴ്ച അടിപൊളിയാണ് കേട്ടോ. ഞാൻ നിന്ന് കാണിച്ചു തരാം. കയറി വരുമ്പം നമ്മളെ നോക്കുന്നതാണ്ട് ഈ വലിയ രാജഗോപുരമാണ് കേട്ടോ. ഏകദേശം 20 നിലകളുള്ള ഒരു രാജഗോപുരമാണ് നമ്മളിപ്പോൾ കാണുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പം എന്തോ ഒരു പരിപാടി, എന്തോ സംഭവം നടക്കുന്നുണ്ട് കേട്ടോ. എന്തോ മിനുക്കുമണിയുടെ ഭാഗമായിട്ടുള്ള എന്തോ പരിപാടിയാണ്. അമ്പലത്തിൽ കയറുന്നതിന് മുമ്പ് നമ്മുടെ ചെരുപ്പുകളെല്ലാം നമ്മൾ പുറത്ത് സൂക്ഷിക്കണം. അപ്പോൾ ചെരുപ്പുകൾ പുറത്ത് സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അത് ഇവിടെ ഉണ്ടെങ്കിൽ മീൻ വെക്കുന്ന കൊട്ട പോലെ മുമ്മിക്കതില്ല, അതുപോലെ ഇങ്ങനെ ചെരുപ്പുകൾ എടുക്കത്തേക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെ വന്ന് ചെരുപ്പ് ഫസ്റ്റ് സൂക്ഷിക്കണം. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇൻ ഫ്രണ്ട് ഓഫ് രാജഗോപുരത്തിൻ്റെ ഫ്രണ്ടിലാണ് കേട്ടോ. ഏകദേശം 209 അടി ഉയരമുണ്ട് കേട്ടോ ഈ കാണുന്ന രാജഗോപുരത്തിന്. ഇവിടെ വന്ന് നിൽക്കുമ്പോൾ എൻ്റെ പൊന്നോ, ഇതിനകത്തുള്ളൊരു ഫിനിഷിംഗ് ഉണ്ടല്ലോ, അത് പറയാതിരിക്കാൻ വയ്യ കേട്ടോ. എന്തോ ഒരു മെയിൻ്റനൻസ് നടക്കുന്നുണ്ട്, അതിൻ്റെ ഭാഗമായിട്ടാണ് കേട്ടോ ഇത്. ഇപ്പം നമ്മളിവിടെ വരുമ്പോൾ നമ്മൾ ആദ്യം തന്നെ വരവേക്കാൻ വേണ്ടിയിട്ട് 2 കൂറ്റൻ ആനകളുണ്ട് കേട്ടോ. ഇവിടെ ഭയങ്കരമായിട്ടുണ്ട് കേട്ടോ. അത് ഇന്നിപ്പോൾ ഈ പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല, അതുപോലുണ്ട്. നല്ല ഭംഗിയിലുണ്ട് കേട്ടോ. നല്ല കൂറ്റൻ ആനകളാണ് നമ്മൾ എൻട്രൻസിൽ വരുമ്പോൾ നമ്മളെ വരവേക്കാൻ വേണ്ടി ഇരിക്കുന്നത്. നമ്മളിപ്പോൾ രാജഗോപുരത്തിൽ കയറിയില്ല. ഫസ്റ്റ് നമ്മൾ അമ്പലത്തിൽ കയറിയിട്ട് നമ്മൾ അകത്തോട്ട് കയറത്തുള്ളൂ. അപ്പോൾ ഇതിന് ബാക്കിലാണ് നമുക്ക് കാണാനുള്ള ആ അത്ഭുതം ശിവപ്രതിമ ഉള്ളത്. അപ്പോൾ നമ്മൾ അമ്പലത്തിൽ കയറി തൊഴുതിട്ട് വന്നതിന് ശേഷം നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. അതെ, ഇവിടെ തൊട്ടപ്പുറത്ത് ബീച്ചാണ്. നമ്മുടെ അറബിക്കടലാണ്, അറബിക്കടലിൽ. ഇതാണ് നമ്മൾ അമ്പലത്തിൽ കയറാൻ വേണ്ടി പോകണം. അതിനുശേഷം മാത്രമാണ് നമ്മൾ ഈ രാജഗോപുരത്തിൽ കയറിയിട്ട് ഇവിടെ കയറിയാൽ നമുക്ക് അടിപൊളി ഒരു കാഴ്ച നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ ശിവസ്റ്റാച്ചുവിൻ്റെ അടിപൊളി ഒരു നല്ലൊരു അടിപൊളി ഒരു വ്യൂ കാണാൻ പറ്റും. നമ്മൾ ഫസ്റ്റ് അമ്പലത്തിൽ കയറി തൊഴുതിന് ശേഷമാണ് പോകുന്നത്. ഓക്കെ, ഇത് അമ്പലത്തിനകത്ത് നമുക്ക് ഫോൺ ഉപയോഗിക്കാൻ പറ്റത്തില്ല, ഇവിടെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. നമുക്കിനി അകത്തോട്ടൊന്ന് കയറാം. കഴിച്ച് ഇവിടെ ഇരിക്കുമ്പോഴുള്ള വ്യൂ ഒക്കെ എന്ന് പറയുന്നത് നല്ല രസമുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ ഈ കാണുന്ന അമ്പലത്തിൻ്റെ ഗോപുരം കണ്ടോ, ഒരു ഗോൾഡൻ കളർ തീമിലാണ് ചെയ്തിരുന്നത്. അതിനകത്തുള്ള കൊത്തുപണികളൊക്കെ അപാരമാണ് കേട്ടോ. എത്ര സൂം ചെയ്ത് ഞാൻ കാണിച്ചു തരാം നിങ്ങളെ. ഇത് കണ്ടോ, പിന്നെ ഒരു സിൽവർ ടച്ച് കൊടുത്തേക്കുണ്ട്. ഗോൾഡനും സിൽവർ ടച്ച് അങ്ങനെയാണ് കേട്ടോ ചെയ്തേക്കുന്നത് കേട്ടോ. നല്ല ഭംഗിയുണ്ട്. ഇവിടെ നിന്ന് നമുക്ക് ആ ഗോപുരം കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് നമ്മുടെ ശിവൻ്റെ അടുത്തോട്ട് പോകാൻ വേണ്ടിയിട്ട്. അത് ദൂരെ നോക്കുമ്പോൾ അടിപൊളിയാണ് കേട്ടോ. വരുമ്പോൾ ഒരു ഗോൾഡൻ ചാരിയറ്റ് കാണാൻ പറ്റും. ഗോപുരത്തിൻ്റെയും ശിവസ്റ്റാച്ചുവിൻ്റെയും നടുക്കാണ് നമ്മുടെ ഈ ഒരു ക്ഷേത്രം ഉള്ളത്. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്നതാണ്ട് അവിടെ ഉണ്ടല്ലോ, അവിടുന്ന് നമ്മുടെ ഈ ഒരു ശിവസ്റ്റാച്ചു കാണാൻ പറ്റും. അപ്പോൾ അതിന് 20ാമത്തെ നിലയിൽ നമുക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ളൊരു വ്യൂ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ക്ഷേത്രത്തിൽ തൊഴുതിന് ശേഷം നമ്മൾ നേരെ അങ്ങോട്ട് പോകും. അതിന് മുകളിൽ കയറിയിട്ട് ബാക്കി കാഴ്ചകൾ കാണിക്കാം. ഇവിടെ വരുമ്പോൾ സുബ്രഹ്മണ്യ സ്വാമിയുടെ ഒരെണ്ണമുണ്ട്. ഇപ്പോൾ ഇവിടെ സുബ്രഹ്മണ്യ സ്വാമി ദേവരെന്ന് കൊടുത്തിരിക്കും. ദേവര് എന്നുള്ളത് കന്നഡത്തിൽ ദേവരു, മലയാളത്തിൽ ഭഗവാൻ എന്ന് നമ്മൾ പറയത്തില്ല, അത് തന്നെ. നമ്മളങ്ങനെ തൊഴുതിറങ്ങി. അപ്പോൾ നമ്മൾ പ്രസാദം ചെയ്യിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമുക്ക് പ്രസാദം കിട്ടിയിട്ടോ, ലഡു പ്രസാദം ചെയ്യുന്നതിന് 25 രൂപ വെച്ചിട്ടാണ് ഇവിടുത്തെ ചാർജ്. പക്ഷേ അകത്ത് നല്ല പൂജയായിരുന്നു കേട്ടോ. നമ്മളെല്ലാവരെയും ഫുൾ ഫാമിലി നമ്മളുണ്ടായിരുന്നു. എല്ലാവരെയും വിളിച്ചിട്ട് നല്ലൊരു പൂജയൊക്കെ ചെയ്ത് നമുക്ക് പ്രസാദമൊക്കെ തന്ന് നമ്മൾ ശിവസ്റ്റാച്ചുവിൻ്റെ അടുത്തോട്ട് പോകണമെങ്കിൽ നമ്മൾ പുറത്തിറങ്ങിയിട്ട് വേണം, നമ്മൾ ഇവിടുത്തൂടെ വേണം നമുക്ക് ശിവസ്റ്റാച്ചുവിൻ്റെ അടുത്തോട്ട് പോകാൻ. അപ്പോൾ നമുക്കിവിടെ ട്രെയിൻ നമ്മളെങ്ങനെ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എറണാകുളം ജംഗ്ഷനിൽ നിന്ന് ഡയറക്റ്റ് മുരുടേശ്വറിലേക്ക് ട്രെയിനുണ്ട്. അപ്പോൾ വരുന്നവർക്കാണെങ്കിൽ എറണാകുളം ജംഗ്ഷനിൽ നിന്നാണ് കേട്ടോ പൂർണ്ണ എക്സ്പ്രസ് എന്ന ട്രെയിൻ. അത് ജംഗ്ഷനിൽ നിന്ന് തന്നെ എടുക്കുന്ന ട്രെയിനാണ്. 6:50 അവിടുന്ന് ട്രെയിൻ ഉള്ളത്. നമ്മൾ ഓൾറെഡി റിസർവേഷനൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ വന്നത്. അപ്പോൾ ഇവിടെ വരുമ്പോൾ മുരുടേശ്വരത്തിൽ 5:30 ആകും. പക്ഷെ നമ്മളിന്ന് വന്നപ്പോൾ നല്ല ലേറ്റ് ആയിപ്പോയി കേട്ടോ.
നമ്മളിവിടെ ട്രെയിൻ പിടിച്ചിട്ട് നമ്മളൊരു 8:30 ആയപ്പോഴാണ് നമ്മളിവിടെ എത്തിയത്. അപ്പോൾ ഇനി നമുക്ക് സ്റ്റാച്ചുവിൻ്റെ അടുത്തോട്ട് പോകാം. അയ്യോ, അത് ഞാനൊരു വ്യൂ കാണിച്ചേട്ടാ, ഇവിടെ നിന്നുകൊണ്ടുള്ളൊരു വ്യൂ. എന്നാലാണ് അതിൻ്റെ ഒരു കറക്റ്റ് ഒരു വ്യൂ നമുക്ക് കിട്ടത്തുള്ളൂ. അടുത്ത് നിന്നാൽ നമുക്ക് കുറച്ചും കൂടെ ഇതായിട്ട് നമുക്ക് കാണാൻ പറ്റും. പക്ഷേ മൊത്തത്തിലുള്ളൊരു വ്യൂ കാണണമെങ്കിൽ നമ്മൾ ഈ ദൂരെ വന്ന് നിൽക്കണം. തൊട്ടിപ്പുറത്ത് രാജഗോപുരവും പിന്നെ തൊട്ടിപ്പുറത്ത് നമ്മുടെ അറബിക്കടലുണ്ട് കേട്ടോ. അതിന് കടലിന് എടുക്കായിട്ട് കേട്ടോ, കടലിന് അവിടെ ഒരു റെസ്റ്റോറൻ്റ് ഒക്കെ ഉണ്ട് കേട്ടോ, നവീൻ റെസ്റ്റോറൻറ്റ്. അവിടെ നിന്നാണ് ഇതിനുള്ളിലേക്കുള്ള എൻട്രി എന്ന് പറയുന്നത്. അതായത് ശിവ സ്റ്റാച്ചു കാണണമെങ്കിൽ നമ്മൾ പുറത്തുനിന്ന് കയറി ഇവിടെ വരണം. ഇവിടെ വന്നാലാണ് നല്ല അടിപൊളിയായിട്ടുള്ള എൻട്രൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ വരുമ്പോൾ നമുക്ക് മറ്റൊരു കാര്യം കാണാൻ പറ്റും. ഇവിടെ നമ്മൾ വരുമ്പോൾ നമുക്ക് മറ്റൊരു സ്റ്റാച്ചു ഇവിടെ കാണാൻ പറ്റും. ഇതാ ഈ കാണുന്നത്, ഇതാണ് RN ഷെട്ടി എന്ന് പറയുന്ന ഒരു ആളുടെ സ്റ്റാച്ചു ആണ്. ഇദ്ദേഹമാണ് നമ്മൾ ഈ കാണുന്ന രാജഗോപുരമാണെങ്കിലും ഈ ഒരു ശിവ സ്റ്റാച്ചു ആണെങ്കിലും നിർമ്മിച്ചേക്കുന്നത് ദ മുരുഡേശ്വർ മാൻ, എ സിമ്പിൾ മാൻ, ഗ്രേറ്റ് വിഷണറി, ഡീപ്ലി റിലീജിയസ്. നമ്മൾ ഈ കാണുന്ന ഈ 2 അത്ഭുതങ്ങൾ നമുക്ക് സമ്മാനിച്ചത് ഇദ്ദേഹമാണ്. ഇദ്ദേഹം പണി കഴിപ്പിച്ചതാണ് ഈ കാണുന്ന രാജഗോപുരവും ഈ ഒരു ശിവ സ്റ്റാച്ചുവും. അതിന് മുമ്പ് ഞാനൊരു കാഴ്ച കാണിച്ചു തരാം. ഈ നട്ടുച്ച വെയിലത്ത് കടലിൽ കുളിക്കുന്നു. നോക്കി, ഇവിടെ സ്കൂബ ഡൈവിംഗ് ഉണ്ട്, അതുപോലെ തന്നെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഉണ്ട്, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ നന്ദികേശനാണ് കേട്ടോ. ഇതിൻ്റെ മുന്നിൽ വരുമ്പോൾ ഭയങ്കര വലുതാട്ടോ. തൊട്ടപ്പുറത്ത് രാവണന്റെ ഉണ്ട് കേട്ടോ. ഇത്ര പടുകൂറ്റ നന്ദികേശനാണ് കേട്ടോ. അങ്ങനെ ലോകത്തിലെ ഏറ്റവും വലിയ 2ാമത്തെ ശിവ സ്റ്റാച്ചുവിൻ്റെ അടുത്താണ് നമ്മൾ നിൽക്കുന്നത്. 123 അടിയാണ് ഇതിൻ്റെ ഒരു ഉയരം എന്ന് പറയുന്നത്. 1ാമത്തത് രാജസ്ഥാനിലെ നത്വാവതിലുള്ളതാണ്. അത് 369 അടിയാണ് അതിൻ്റെ ഒരു ഉയരം എന്ന് പറയുന്നത്. ശരിക്കും ഇതിൻ്റെ ഒരു വലിപ്പം അറിയണമെങ്കിലുണ്ടല്ലോ, അതാ ഇവിടെ വന്ന് ഇങ്ങനെ നിൽക്കണം. നമ്മൾ ദൂരെ നിന്ന് കാണുമ്പോൾ നമുക്ക് മൊത്തത്തിലൊരു വ്യൂ കിട്ടും. പക്ഷേ ഇതിൻ്റെ അടുത്ത് വന്ന് നിൽക്കുമ്പോൾ അറിയും ഇത് എത്രമാത്രം വലിപ്പമാണെന്ന്. നമ്മുടെ കണ്ണ് തള്ളിപ്പോവും, അത്ര ഉണ്ട് ഇത്. അത് ഒരു ഫിനിഷിംഗ് ഒക്കെ പറയുന്നത് ഇതാണ് കേട്ടോ. ആ ഒരു സർപ്പമൊക്കെ ഉണ്ടല്ലോ, അത് മാത്രം എന്തോരം വലുതാണെന്നറിയാം. അതൊക്കെ പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. ശരിക്കും വീഡിയോ കൂടെ കാണുന്നതൊക്കെയല്ല കേട്ടോ. നമ്മൾ ശരിക്കും ഇവിടെ വന്ന് നിൽക്കണം. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ രാജഗോപുരത്തിൻ്റെ, അതിൻ്റെ മുകളിൽ കയറി നിന്നല്ലോ, അത് വേറൊരു വ്യൂ ആണ്. മൊത്തത്തിൽ അറബിക്കടലിൽ ചുറ്റപ്പെട്ട് കിടക്കുന്നുണ്ട്. അതിൻ്റെ ഒരു പനോരമിക് വ്യൂ ഉണ്ടല്ലോ, അത് നമുക്ക് നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റും. അത് അടിപൊളിയാണ് കേട്ടോ. കാരണം 3 വശവും കടലായതുകൊണ്ട് ആ കടലിൻ്റെ ഇപ്പുറത്താണ് നമ്മുടെ ഈ ശിവ സ്റ്റാച്ചു ഉള്ളത്. ശരിക്കും അത് കണ്ണിനൊരു അത്ഭുതമായിട്ടുള്ളൊരു കാഴ്ച തന്നെയാണ്. പിന്നെ അതോടൊപ്പം ഇതിനടിക്കൊരു ഗാലറി ഒക്കെ ഉണ്ട്. അപ്പോൾ അതിനകത്തോട്ട് നമുക്ക് കയറി കാണാം. അതിനു മുമ്പ് ഇതിന് ചുറ്റും നടന്ന് നമുക്കൊന്ന് കണ്ടിട്ട് വരാം. അതാണ്ട് ആ ഒരു ഇരിപ്പിടത്തിൻ്റെയൊക്കെ ഒരു സംഭവം ഉണ്ടല്ലോ, അതാണ് ഈ കാണുന്നത് കേട്ടോ. ഇതിപ്പോൾ ഇതിന് റീപെയിൻറ്റ് ചെയ്യാനൊക്കെ സമയം തോന്നുന്നു. ഇവരിത് ചെയ്യുമെന്ന് തോന്നുന്നു. ഇപ്പം ഇതിനകത്ത് പെയിൻറ്റിങ് വെച്ചിട്ടില്ല. ആ പാമ്പിൻ്റെ ഒരു വാലാണ് കേട്ടോ ഇവിടെ വന്ന് കിടക്കുന്നതാണ് കേട്ടോ ഈ അറ്റത്ത്. ഭയങ്കരം കേട്ടോ, ഭയങ്കരം തന്നെ. നിൽക്കുന്നത് ഇതിൻ്റെ ബാക്കിലാണ്. അതാണ്, ഇത്രേ ഉള്ളൂ. കറങ്ങി വരാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് നല്ല ഭംഗിയെന്ന് വെച്ചാൽ നല്ല ഭംഗി കേട്ടോ. നല്ല കാഴ്ചകളൊക്കെ ആസ്വദിച്ച് നമുക്കിങ്ങനെ പോവാം. അത് നോക്കി, കടലിൻ്റെ നടുക്കായിട്ട് കാണാൻ പറ്റുന്നുണ്ടോ? അങ്ങ് ദൂരെ ഈ കടലിൻ്റെ നടുക്കൊക്കെ ഒരു കൂന പോലെ അതാണ്ട് അവിടെയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഇതാണ് ഇതിൻ്റെ ഒരു ബാക്കിലത്തെ ഒരു പോർഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കറങ്ങി ഇപ്പുറത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഈ തള്ളത്തൊന്ന് നിൽക്കട്ടെ. എൻ്റെ പൊന്നു, ശരിക്കും ഇങ്ങോട്ട് വരാൻ നിൽക്കുവാണെങ്കിൽ ഈ നട്ടുച്ച വെയിലത്തൊന്നും വരരുത് കേട്ടോ. കാരണം അമ്മാതിരി വെയിൽ പൊള്ളുക എന്ന് വെച്ചാൽ കാലൊക്കെ ഉണ്ടല്ലോ പഴുത്തു പോവുകയാണ്. അത് നമ്മൾ ട്രെയിൻ ലേറ്റായി പോകും. നമ്മളിവിടെ 5:30 വരേണ്ടതായിരുന്നു. ആ സമയത്ത് നമ്മൾ ഫ്രഷായിട്ടൊക്കെ വന്നാലും നമുക്ക് കാണാൻ പറ്റില്ല. നമ്മൾ വന്നപ്പോഴത്തേക്ക് 8:30, ഒരു റൂമൊക്കെ എടുത്തപ്പോൾ 9 മണി ഫ്രഷായി ഫുഡൊക്കെ കഴിച്ച് വന്നപ്പോഴത്തേക്ക് ഒരു സമയമായി. ഇപ്പോൾ സമയം ഏകദേശം 12:30 ആയിട്ടുണ്ട് കേട്ടോ. എന്തായാലും ഈ സമയത്തൊക്കെ വന്നു കഴിഞ്ഞാൽ പഴുത്തു പോകും. ഒന്നെങ്കിൽ രാവിലെ വരിക, അല്ലെങ്കിൽ വൈകിട്ട് വരിക. ഒരു 3 മണി കഴിഞ്ഞ സമയത്ത് വന്നു കഴിഞ്ഞാൽ പ്രശ്നമില്ല. ഭയങ്കര വെയിൽ കേട്ടോ. കേവ് എൻട്രൻസ്. നമ്മൾ ഇനി കയറാൻ പോകുന്നത് ഭൂ കൈലാസ എൻട്രൻസിലോട്ടാണ്. ഇവിടെ വന്നിട്ട് വലിയവർക്ക് 20 രൂപ, ചെറിയവർക്ക് 10 രൂപ. അതാണ് ഇവിടുത്തെ ഒരു എൻട്രി ഫീസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ആ മുരുടേശൻ്റെ ആ ഒരു ശിവ സ്റ്റാച്ചു ഉണ്ടല്ലോ, അതിനുള്ളിലാണ് ഈ ഒരു സംഭവം. അപ്പോൾ നമുക്ക് കയറാം. അങ്ങനെ നമ്മൾ ഇതിനകത്ത് കയറി കേട്ടോ.
ഈ ശ്രീലങ്കയിലെ മുസ്ലിം ഒരു മനോഭിലാഷ ഇവിടെ ഫുള്ള് രാവണന്റെ കഥകളും കാര്യങ്ങളാണ്. ഓ, ഇതിന്റെയൊക്കെ ഒരു ഫിനിഷിംഗ് ഉണ്ടല്ലോ, അത് നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. ശരിക്കും ഇവിടെ വരുന്നവരകത്ത് കയറണം കേട്ടോ. രാവണൻ പരമശിവന്റെ ആത്മലിംഗത്തിന് വേണ്ടി കഠിനമായിട്ട് തപസ് ചെയ്യുന്നതാണ് ഈ കാണിക്കുന്നത്. ആത്മലിംഗം കിട്ടിയാൽ പിന്നെ അജയ്യന് സർവശക്തനുമാകുമെന്ന് മനസ്സിലാക്കിയ രാവണൻ വളരെ ഭക്തിയോടുകൂടി ശിവഭഗവാനെ പ്രാർത്ഥിക്കുകയാണ്. രാവണന്റെ പ്രാർത്ഥനയിൽ സന്തുഷ്ടനായ ശിവൻ പ്രത്യക്ഷപ്പെടുകയും രാവണന് എന്താ വേണ്ടതെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുന്നു. രാവണൻ ആത്മലിംഗം വരമായി ചോദിക്കുകയും ശിവഭഗവാൻ അത് നൽകുകയുമാണ് ചെയ്തത്. ആത്മലിംഗം കൊടുക്കുന്ന സമയത്ത് ഭഗവാൻ പറയുന്നുണ്ട്, ഏതെങ്കിലും കാരണവശാൽ ഇത് നിലത്ത് വെക്കുകയാണെങ്കിൽ അത് അവിടെ ഉറച്ചു പോകുമെന്നും പിന്നീട് അത് ഉയർത്താൻ സാധിക്കുകയില്ലെന്നും രാവണനോട് പറയുന്നു. അങ്ങനെ രാവണൻ ലങ്കയിലോട്ട് ആ ആത്മലിംഗവുമായിട്ട് പോകുകയാണ്. ഈ സംഭവം അറിഞ്ഞ മഹാവിഷ്ണു ആത്മലിംഗം കൊണ്ട് രാവണന് അമർത്തി ലഭിക്കുമെന്നും ഭൂമിയിൽ നാശം വിതയ്ക്കുമെന്നും മനസ്സിലാക്കി. അങ്ങനെ അദ്ദേഹം ഗണേശനെ സമീപിച്ച് ആത്മലിംഗം ലങ്കയിൽ എത്തുന്നത് തടയണമെന്ന് അഭ്യർത്ഥിച്ചു. എല്ലാ വൈകുന്നേരങ്ങളും മുടങ്ങാതെ പ്രാർത്ഥനാ ചടങ്ങുകൾ ചെയ്യുന്ന വ്യക്തിയാണ് രാവണനെന്ന് നേരത്തെ അറിയാമായിരുന്നു ഗണേശന്. അങ്ങനെ ആ അവസരം പ്രയോജനപ്പെടുത്താൻ ഗണേശൻ തീരുമാനിച്ചു. രാവണൻ ഗോകർണത്തിനടുത്തെത്തിയപ്പോൾ വിഷ്ണു പകലിനെ നേരെ സന്ധ്യയാക്കി. സന്ധ്യ ആയപ്പോൾ രാവണന് പൂജകൾ ചെയ്യാനുള്ള സമയമായി. അപ്പോൾ ആത്മലിംഗം കയ്യിലിരിക്കുന്നത് കൊണ്ട് തന്നെ ആചാരങ്ങൾ ചെയ്യാൻ കഴിയാതെ രാവണൻ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് നമ്മുടെ ഗണപതി എന്തോ ചെയ്തു, ഒരു ബ്രാഹ്മണ ബാലന്റെ വേഷത്തിൽ അങ്ങോട്ട് വന്നു. അങ്ങനെ ബ്രാഹ്മണ ബാലന്റെ കയ്യിൽ ആത്മലിംഗം കൊടുത്തിട്ട് രാവണൻ പറഞ്ഞു, ഇതൊരിക്കലും നിലത്ത് വെക്കരുത്, ഞാൻ എൻ്റെ പ്രാർത്ഥനാ ചടങ്ങുകളൊക്കെ നടത്തിയിട്ട് വരാമെന്നൊക്കെ പറയും. അങ്ങനെ ബ്രാഹ്മണ ബാലൻ പറയുന്നുണ്ട്, ഞാൻ 3 തവണ വിളിക്കും, 3 തവണ വന്നിട്ടില്ലെങ്കിൽ ഞാനിത് നിലത്ത് വെക്കുമെന്ന് പറയും. അങ്ങനെ രാവണ പ്രാർത്ഥന ചടങ്ങുകൾക്ക് പോകുമ്പോൾ നമ്മുടെ ഗണേശൻ എന്തോ ചെയ്യും, നേരെ ഈ ഒരു ആത്മലിംഗം തറയിൽ വെക്കും. അപ്പം രാവണൻ തിരിച്ചു വരുമ്പോൾ ഈ ആത്മലിംഗം തറയിലിരിക്കുന്നു. അങ്ങനെ രാവണന് ഭയങ്കര ദേഷ്യവും. പക്ഷെ രാവണൻ അപ്പം മനസ്സിലാവും താൻ വഞ്ചിക്കപ്പെടുകയാണെന്നും ഈ ഒരു ബ്രാഹ്മണ ബാലനായിട്ട് വന്നത് നമ്മുടെ ഗണപതിയാണെന്ന് മനസ്സിലാവും. അങ്ങനെ രാവണൻ ആ ആത്മലിംഗം അങ്ങനെ പൊക്കാൻ പിഴുതെറിയാൻ വേണ്ടി ഇങ്ങനെ ശ്രമിക്കുകയാണ്. പക്ഷെ അത് ഒരിക്കലും നിലത്ത് വെച്ച് കഴിഞ്ഞാൽ എടുത്തു പൊക്കാൻ പറ്റത്തില്ലെന്ന് നമ്മുടെ ഭഗവാൻ നേരത്തെ പറയുന്നുണ്ട്. പക്ഷെ അങ്ങനെ അത് ശ്രമിക്കുന്ന സമയത്ത് ഈ ആത്മലിംഗം പൊട്ടിച്ചിതറി പോവുകയാണ്. അങ്ങനെ ആത്മലിംഗത്തിന്റെ പല ഭാഗങ്ങൾ ഇങ്ങനെ പല സ്ഥലത്ത് വന്നു എന്ന് വീണെന്നുള്ളതാണ് ഈ കാണിക്കുന്നത്. അപ്പോൾ ഈ കാണുന്നതെല്ലാം ആ ആത്മലിംഗത്തിന്റെ ഓരോരോ ഭാഗങ്ങൾ വന്ന് വീണ ഒരു സ്ഥലമാണെന്നാണ് ഈ കാണിക്കുന്നത്. ഇപ്പം ഞാൻ പറഞ്ഞ ഈ പുരാണ കഥകളിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അതിനകത്ത് എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബിലോ. ശരിക്കും 20 രൂപ കൊടുത്താൽ എന്താ, അതിനുള്ളിൽ കയറി കഴിഞ്ഞാൽ അടിപൊളി കാഴ്ചകൾ കാണാൻ പറ്റും. നല്ല രസമുണ്ടായിരുന്നില്ലേ? അതിന് നല്ല ഭംഗിയുണ്ടായിരുന്നു. കയറി കയറിയില്ലായിരുന്നു, നല്ലതായി പോയി. കുറച്ചു നേരം പോയി റെസ്റ്റ് എടുക്കാം. അങ്ങനെ നമ്മൾ ഉള്ളിൽ കയറിയിട്ട് അടിപൊളിയായിരുന്നു കേട്ടോ. നല്ലൊരു കാഴ്ചയെ കാണാൻ പറ്റും. ഇവിടെ വരുമ്പോൾ പ്രധാനപ്പെട്ട മറ്റൊരു അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ കാണുന്നതാണ്. മഹാഭാരത യുദ്ധത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു രംഗമാണ് ഈ ഇവിടെ ചെയ്തു വെച്ചേക്കുന്നത്. അത് യുദ്ധത്തിൻ്റെ ആദ്യ ദിവസം യുദ്ധക്കളത്തിലേക്ക് വരുന്ന അർജുനനെയും കൃഷ്ണനെയുമാണ് ഈ കാണിക്കുന്നത്. അപ്പോൾ യുദ്ധം ചെയ്യാൻ വേണ്ടി പോകുന്നത് തൻ്റെ കുടുംബാംഗങ്ങളോടും തൻ്റെ സുഹൃത്തുക്കളോടുമാണല്ലോ എന്നും ആ യുദ്ധത്തിൽ അവരെല്ലാം തനിക്ക് കൊല്ലേണ്ടി വരുമല്ലോ എന്നും ആലോചിച്ച് വിഷമിച്ചിരിക്കുന്ന അർജുനന് ഗീതോപദേശം നൽകുന്നതാണ് ഈ കാണിക്കുന്ന രംഗം. ആ മഹാഭാരത യുദ്ധത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ഈ ഗീതോപദേശം ഉള്ള ഈ ഒരു രംഗം. അതിവിടെ വളരെ ഭയങ്കര ഒറിജിനാലിറ്റി ഫീൽ ചെയ്യുന്ന രീതിയിലാണ് ഇതിവിടെ ചെയ്തു വെച്ചിരിക്കുന്നത്. ഇവിടെ വരുന്നവർക്ക് തീർച്ചയായിട്ടും ഇതൊരു ഭയങ്കര ഒരു അട്രാക്ഷൻ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഭയങ്കര നല്ല രീതിയിൽ പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഭയങ്കര എന്താ പറയുക, ഒരു ഒറിജിനാലിറ്റിയാണ്. അത് ഇവിടെ വന്ന് കാണണം അതിൻ്റെ ഒറിജിനാലിറ്റി ഫീൽ ചെയ്യണമെങ്കിൽ. തൊട്ടിപ്പുറത്ത് അവിടെ രാജഗോപുരം കാണാൻ പറ്റും. അതോടൊപ്പം നമ്മുടെ ഇവിടുത്തെ ആ ഒരു ശിവൻ്റെ സ്റ്റാച്ചുവും കാണാൻ പറ്റും. അതിനിടയിലായിട്ടാണ് ഇപ്പുറത്ത് ഈ ഒരു പാർക്കിൻ്റെ സൈഡിലാണ് ഇവിടെ ഇങ്ങനെ ചെയ്തു വെച്ചേക്കുന്നത്. നിങ്ങളിവിടെ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് നല്ലൊരു കാഴ്ചയായിരിക്കും. നമ്മൾ രാജഗോപുരത്തിൽ കയറാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ലിഫ്റ്റിംഗ് ടൈം എന്ന് പറയുന്നത് 7 മണി തൊട്ട് 12:45 പിന്നെ 3 മണി തൊട്ട് 7 മണി വരെ. പിന്നെ ഇവിടെ ചാർജ് എന്നൊക്കെ പറയുന്നത് 20 രൂപയാണ് വലിയവർക്ക്, കുട്ടികൾക്ക് 10 രൂപ. ഇതാണ് ഇവിടുത്തെ ഒരു നിരക്ക്. അങ്ങനെ നമ്മൾ രാജഗോപുരത്തിനുള്ളിൽ കയറാൻ വേണ്ടി പോവുകയാണ്. ഈ കാണുന്ന ശ്രീ മാറൻ ഷെട്ടി, നമ്മളവിടെ കണ്ടില്ലേ, ഇദ്ദേഹമാണ് അദ്ദേഹം. അപ്പോൾ ഇദ്ദേഹമാണ് ഈ കാണുന്ന രാജഗോപുരവും ആ കാണുന്ന നമ്മുടെ ശിവസ്റ്റാച്ചു ഒക്കെ നിർമ്മിച്ചത്. അപ്പോൾ നമ്മളിനി ആ ശിവസ്റ്റാച്ചുവിൻ്റെ മുകളിലുള്ള ഒരു വ്യൂ ആണ് കാണാൻ വേണ്ടി പോകുന്നത്. ശിവസ്റ്റാച്ചു കാണണമെങ്കിൽ അവിടെ ചെല്ലണം. അപ്പോൾ ഇവിടെ ഇന്ന് നല്ല അടിപൊളി വ്യൂ ഒക്കെ കാണാൻ പറ്റും കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ ഇപ്പുറത്തോട്ട് വന്നത്. അവിടുത്തെ തിരക്ക് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അവിടെ പോയി കാണാം. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ അറബിക്കടലിൻ്റെ ഒരു അടിപൊളി വ്യൂ കാണാം.
അങ്ങനെ നമ്മൾ രാജഗോപുരത്തിനുള്ളിൽ കടന്നിരിക്കുകയാണ്. ഏകദേശം 20 നിലകളുണ്ട്. പക്ഷെ 20 നിലകളുണ്ടെങ്കിൽ നമ്മൾ 18ാമത്തിനകത്താണ് നമ്മൾ ഇറങ്ങുന്നത്. അപ്പുറത്ത് തന്നെ കാണാൻ പറ്റും കേട്ടോ അവിടെ നിന്ന്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ഫുള്ള് ഒരു വ്യൂ ഒക്കെ കാണാൻ പറ്റും കേട്ടോ. നമ്മൾ അപ്പുറത്തെ സൈഡിൽ ഭയങ്കര തിരക്ക് കേട്ടോ. അപ്പോൾ നമ്മൾ ഇപ്പുറത്തെ സൈഡിൽ നിങ്ങളൊരു കാഴ്ച കാണിച്ചു തരാം. അടിപൊളിയായിട്ടുണ്ടല്ലേ? ഓക്കെ ഇല്ലേ, നമുക്ക് ശിവ സ്റ്റാച്ചു കാണണമെങ്കിൽ അപ്പുറത്ത് പോകണം. ഇവിടെ എന്നാ കഴിഞ്ഞാണ്ടല്ലോ എൻ്റെ പൊന്നും ഒരു രക്ഷയില്ല കേട്ടോ. ഇത് കണ്ടോ, അടിപൊളി ഒരു വ്യൂ കാണാൻ പറ്റും കേട്ടോ. ഇവിടെ അറബിക്കടലിൻ്റെ ഒരു അറബിക്കടൽ കാണാൻ പറ്റും. അവിടെ ഉണ്ടോ ഡ്രൈവിംഗ് ബീച്ചാണ് തോന്നുന്നുണ്ട്. അവിടെ വണ്ടിയൊക്കെ പാർത്തിക്കുന്നുണ്ടോ? നമ്മൾ വരുന്ന വഴി അതാണ് നമ്മുടെ വരുന്ന വഴി. ഇത് 3 വർഷവും കടലെ ചുറ്റപ്പെട്ട് കിടക്കുക. ഇതൊരു വഴിവശം മാത്രമേ ഉള്ളൂ. ഇവിടെ നമ്മളെ ആരെയും കടത്തി വിടത്തില്ല കേട്ടോ. സ്റ്റെപ്പിൽ കൂടെ കടന്നു വരുമ്പോഴത്തേക്ക് കുഴഞ്ഞ് പണ്ടാരം തുടങ്ങും കേട്ടോ. ഇപ്പം എല്ലാവരെയും പറഞ്ഞു വിട്ട് ഞങ്ങൾ മാത്രമായി. അടിപൊളി ശാന്തസുന്ദരമായ നമുക്കൊരു വ്യൂ കാണാം. വന്നപ്പോഴത്തേക്ക് ക്ലോസ് ആക്കി കേട്ടോ. ലാസ്റ്റ് ഞങ്ങളായിരുന്നു. ഓക്കെ, താങ്ക് യു സർ. ഞങ്ങളെ പൂട്ടില്ലടേ, ഞങ്ങളെ പൂട്ടില്ല. ഞങ്ങളൊക്കെ ഒരു നിഗൂഢമായിട്ടില്ലയോ? ലാസ്റ്റ് ഞങ്ങളായോണ്ട് ഞങ്ങളെ നോക്കിയപ്പോ അത് ക്ലോസ് ആക്കി കേട്ടോ. അകത്തിരുന്ന് പെട്ടെന്ന് പക്ഷെ പെട്ടില്ല. അപ്പം മുരുടേശ്വരത്ത് വരുമ്പം ഇതുപോലത്തെ നാട്ടിൽ കാഴ്ച കാണാൻ പറ്റും. ഉച്ചയായതുകൊണ്ടാണ് നമ്മളിനി വെയിലത്തോട്ട് ബീച്ച് സൈഡിലോട്ട് പോകാത്തത്. അത് എന്തായാലും അടിപൊളി ഒരു കാഴ്ചയാണ് കേട്ടോ. എന്തായാലും മുരുടേശ്വരത്ത് വരുമ്പോൾ നിങ്ങൾ ഈ രാജഗോപുരം കയറി കാണണം. അപ്പോൾ എന്തായാലും നിങ്ങൾക്കൊരു അടിപൊളി ഒരു തീർത്ഥാടന കേന്ദ്രം തന്നെ ആയിരിക്കും തീർച്ചയായിട്ടും മുരുടേശ്വരത്ത് വരുമ്പോൾ. അതൊരു പ്രത്യേക ഒരു അനുഭവം തന്നെ ആയിരിക്കും. എന്തായാലും നമ്മുടെ ഇന്നത്തെ ഒരു മുരുടേശ്വർ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ട നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യണം. കൂടാതെ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുകയും വേണം. വീണ്ടും മറ്റൊരു പുതിയ വീഡിയോ വരുന്നവരേക്കും.